ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റവ ഉപയോഗിച്ചുള്ള ഒരു ഹൽവയാണ്. ഉത്തരേന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഇവിടെ അമ്പലങ്ങളിലും ഗുരുദ്വാരകളിലുമൊക്കെ പ്രസാദമായിട്ട് കൊടുക്കാനും ഒരുപാട് യൂസ് ചെയ്യുന്നതും, അതായത് വീടുകളിലൊക്കെ മിക്ക പാർട്ടിയിലും ഈ ഹൽവ, റവ കൊണ്ടുള്ള ഈ ഹൽവ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഇനി നമുക്ക് അത് ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം, അതായത് നെയ്യ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കശുവണ്ടിപ്പരിപ്പിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കിസ്മിസും കൂടി ചേർത്ത് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്നവരെ വറക്കണം. ഇനി നമുക്കെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനായി 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കാം. നമ്മുടെ ഈ റവ ഒരു ബ്രൗൺ നിറമാകുന്നവരെ, അതായത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഇതൊന്ന് വറക്കണം. നമ്മുടെ റവ നല്ല ഗോൾഡൻ കളറായി. നമ്മുടെ റവ ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം ഇതിലേക്ക് നമുക്ക് 1-2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിളയ്ക്കണം. നമ്മുടെ ഹൽവ നന്നായിട്ട് കുറുകി വന്നു. കണ്ടോ, ചീനച്ചട്ടിയിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. അതുപോലെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിരുന്നു. ഇതിലേക്ക് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാം. എത്ര ചേർക്കണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇത് നമ്മുടെ ഹൽവ റെഡി ആയിരിക്കുകയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു മധുര പലഹാരം കൂടിയാണ്. വല്ല ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല മധുരം, നല്ല ടേസ്റ്റ്, എല്ലാം ഒത്തിണങ്ങിയ ഒരു പലഹാരം.